തിരുവനന്തപുരം നഗരത്തിലെ പൂജപ്പുരയിലുള്ള ശ്രീഭവൻ ഹരിതശ്രീ എഴുന്ന സങ്കേതമെന്ന് വിശേഷിപ്പിച്ചാൽ ഒട്ടും അതിശയോക്തിയില്ല. വീട്ടിലേക്ക് നീളുന്ന നടപ്പാതയുടെ ഇരുവശങ്ങളിലെ മതിലുകളിൽ പോലും പടർന്നു കയറി പൂവിരിച്ചു നിൽക്കുന്ന വള്ളിച്ചെടികൾ. വീട്ടുമുറ്റം മുഴുവൻ പ്രകൃതിയുടെ പുഷ്പമാലിക. മുറ്റത്തോട് ചേർന്ന് പക്ഷിജാലത്തിന്റെ കളകൂജനം. ആ കളഗീതത്തോട് കൂട്ടുചേരാനൊരുങ്ങുന്ന ഗൂസുകളുടെയും ഗിനികളുടെയും താറാവിൻ പറ്റങ്ങളുടെയും കലപിലകൾ. വീടിന്റെ വലതുഭാഗത്തെ തൊഴുത്തിൽ നിരയിട്ട് നിൽക്കുന്ന വെച്ചൂർ കപില ഇനങ്ങളിൽപ്പെട്ട തനി നാട്ടുപശുക്കൾ, അവയുടെ കിടാരികൾ. തീർന്നില്ല, വീടിന്റെ മട്ടുപ്പാവ് നിറയെ പച്ചക്കറികൾ, എണ്ണമറ്റ പുഷ്പസസ്യങ്ങൾ. കാർഷിക തലത്തിലെ ഈ സമസ്ത സൗന്ദര്യം ഹൃദയം കൊണ്ടെഴുതുന്ന ഒരു വീട്ടമ്മ ശ്രീഭവന്റെ ശ്രീയായി ഇവിടെയുണ്ട്. മീര ജലറാം. പ്രശസ്തനായ പോലീസ് ഓഫീസർ മിന്നൽ പരമേശ്വരൻ പിള്ളയുടെ മകൾ. കൃഷിയോട് ഏറെ ആഭിമുഖ്യമുണ്ടായിരുന്ന പിതാവിന്റെ പൈതൃക വഴികളാണ് മീര ജലറാമിനെ കാർഷിക മേഖലയിലേക്ക് നയിച്ചത്. അച്ഛനാണ് എൻ്റെ ശരിക്ക് കൃഷിക്കുള്ള താല്പര്യം തന്നത്. കൊച്ചിലെ തൊട്ട് കണ്ടു വളർന്നതാണ് ഞങ്ങൾ. പിന്നെ വീടിൻ്റെ 4 ചുറ്റും ജാതി നട്ടുവരുന്നു അച്ഛൻ. അങ്ങനെ കണ്ടു വളർന്നതുകൊണ്ടാണ് ഇപ്പോഴും കൃഷിയോടുള്ള താല്പര്യം. തിരക്കുകൾക്കിടയിൽ കാർഷിക വൃത്തിയെ ഒരു പുണ്യമായി മീര മനസ്സിൽ സ്വീകരിച്ചു. വീടിന്റെ പരിസരത്തെ 1 ഇഞ്ച് സ്ഥലം പോലും അവർ പാഴാക്കിയില്ല. എവിടെയൊക്കെ മണ്ണുണ്ടോ അവിടെയെല്ലാം കാർഷിക വിളകൾ മുളച്ചു പൊന്തി. അതിലേറ്റവും ആകർഷകമാകുന്നത് മീരയുടെ വീടിന്റെ മട്ടുപ്പാവാണ്. പച്ചക്കറി പഴവർഗ ഇനങ്ങളിൽപ്പെട്ട 100-ലേറെ സസ്യങ്ങൾ ഇവിടെ നിരയിടുന്നു. പാവൽ, പയർ, വെണ്ട, തക്കാളി, വഴുതന, വിവിധതരം നിത്യവഴുതന, പച്ചമുളക്, ചീര, കാന്താരി, ഫാഷൻ ഫ്രൂട്ട്, പലതരം പേരകൾ, മാവുകൾ, ചാമ്പകൾ, അപൂർവ ഇനത്തിലുള്ള കാരയ്ക്ക, വെള്ളഞ്ഞാവൽ, മധുരപ്പുളി, നാരകം. മട്ടുപാവിന്റെ മട്ടുമാറ്റിയ സസ്യ ഇനങ്ങൾ ഇങ്ങനെ നീളുന്നു. ടെറസ് കൃഷി തുടങ്ങിയത് അച്ഛൻ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഞാനത് കണ്ടിന്യൂ ചെയ്യണമെന്നേ ഉള്ളൂ. എല്ലാ പഴയ ചെടികളാണ് ഞാൻ കൂടുതലും വളർത്തുന്നത്. അത് ബോൺസായി പോലെ എല്ലാം ടെറസിൽ വെച്ച് കൃഷി ചെയ്യണമെന്നേ ഉള്ളൂ. ഞാവലുണ്ട്, വെള്ള ഞാവൽ, ഇപ്പോൾ ഒരിടത്തും ഇല്ലാത്തൊരു വെറൈറ്റി. പിന്നെ കാര, പഴയ കാരയ്ക്ക, നാരകങ്ങൾ പല വെറൈറ്റിയുണ്ട്, മുരിങ്ങയുണ്ട്, പുളിയുണ്ട്, ജാമ്പയുണ്ട്. അങ്ങനെ എല്ലാ ഒരുവിധം കിട്ടുന്ന വെറൈറ്റീസ് എല്ലാം വളർത്തുന്നുണ്ട്. 10-100 വെറൈറ്റി കൂടുതൽ വെറൈറ്റീസ് തന്നെ ഉണ്ട്. അത്
ഞാൻ നിത്യവഴുതനം അങ്ങനത്തെ പഴയ വെറൈറ്റിയാണ് കൂടുതലും ഞാൻ കളക്ട് ചെയ്യുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ പഴയ ചെടികൾ കൊണ്ടുവരുന്നതാണ് എൻ്റെ താല്പര്യം. അതാണ്. പൂച്ചെടികൾക്കും ശ്രദ്ധേയമായ ഒരു സ്ഥാനം മീര ജലറാം തന്റെ മട്ടുപ്പാവിൽ നൽകിയിട്ടുണ്ട്. മുല്ല, തെച്ചി, അരളി, പിച്ചകം, റോസ്, ജമന്തി, ചെണ്ടുമല്ലി, വിവിധ അലങ്കാര സസ്യങ്ങൾ ആ നിരയും അങ്ങനെ നീളുന്നു. എല്ലാ വിളകൾക്കും ജൈവവള പ്രയോഗം തന്നെ മീര അവലംബിക്കുന്നു. പരിപാലനം രാവിലെ വെള്ളം ഒഴിക്കും. ചാണകവും ഗോമൂത്രവും ഒക്കെയാണ് ഞാൻ ഇടുന്ന വളം കൂടുതലും. ചാണകം, കാഷ്ടം ഒക്കെയാണ്, അല്ലാതെ വേറെ കൂടുതലൊന്നും ഒഴിക്കാറില്ല. തനതു നാടൻ പശുക്കളാണ് മീര ജലറാമിന്റെ ഗോശാലയിൽ ഏറെയുമുള്ളത്. അതിൽ കൂടുതലും വെച്ചൂർ പശുക്കൾ തന്നെ. കപില, കാസർഗോഡ് കുള്ളൻ എന്നിവയ്ക്കൊപ്പം ഓഷ്യൻ ബ്ലാക്ക്, ജേഴ്സി എന്നിവയും ഈ ഗോകുലത്തിൽപ്പെടുന്നു. മീരയെ സംബന്ധിച്ചിടത്തോളം വ്യാവസായിക അടിസ്ഥാനത്തിൽ പശുവിനെ വളർത്തുന്ന ആളല്ല. അതിനോടൊരു പ്രത്യേക മമത തോന്നിക്കഴിഞ്ഞിട്ട് അങ്ങനെ പശുക്കളെ പരിപാലിക്കുന്ന ഒരു രീതിയാണ് മീര ചെയ്തു വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ പശു വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അവരൊരു പക്ഷേ അതിൻ്റെ പാല് വിൽക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സാമ്പത്തികമായ ലാഭം പ്രതീക്ഷിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനോടൊരു പ്രത്യേകമായൊരു മമത അല്ലെങ്കിൽ താല്പര്യം തോന്നുന്നത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ ഉൽപ്പാദനത്തിനേക്കാൾ ഉപരി ഈ നമ്മുടെ തനത് ബ്രീഡുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രത്യേകമായ താല്പര്യം കാണിക്കുന്നുണ്ട്. നന്നേ പ്രഭാതത്തിൽ തന്നെ പശുക്കറവ ആരംഭിക്കുന്നു. കറവയ്ക്കു ശേഷം തൊഴുത്ത് വൃത്തിയാക്കലാണ്. ചാണകം വാരി മാറ്റി തൊഴുത്ത് ശുചിയാക്കുന്നതിൽ മീര ജലറാം ഏറെ നിഷ്കർഷ പുലർത്തുന്നു. തൊഴുത്ത് കഴുകി ഒഴുകുന്ന ജലം പ്രത്യേക ഓവുകളിലൂടെ പുരയിടത്തിലേക്ക് എത്തുന്നു. വീടിന്റെ പിൻഭാഗത്തായി തൊഴുത്തിനോട് ചേർന്ന പുരയിൽ നിറയെ ഫലവൃക്ഷങ്ങളാണ്. ജാതിയും വാഴയും പ്ലാവും റംബൂട്ടാനും മാംഗോസ്റ്റിനും ഒക്കെ ജൈവവള സമൃദ്ധിയിൽ ഇവിടെ തഴച്ചു വളർന്നു നിൽക്കുന്നു. വൈക്കോലും തീറ്റപ്പുല്ലുമാണ് പശുക്കളുടെ പ്രധാന ആഹാരം. കാലിത്തീറ്റ, ഗോതമ്പ് തവിട്, തേങ്ങാപ്പിണ്ണാക്ക് എന്നിവ വെള്ളത്തിൽ കലർത്തി തയ്യാറാക്കുന്ന മിശ്രിതമാണ് ഖരാഹാരം. ഏറ്റവും കൂടുതൽ പശുക്കൾ എന്ന് പറയുന്നത് വെച്ചൂറാണ്. വെച്ചൂർ കഴിഞ്ഞാൽ പിന്നെ കപിലയുണ്ട്, പിന്നെ കാസർഗോഡ് ഡോഫ് ഉണ്ട്, പിന്നെ 3 ജേഴ്സി പശുക്കളും ഉണ്ട്. വെച്ചൂറാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഉള്ളത് കപില, കാസർഗോഡ് ഡോഫ്, പിന്നെ ജേഴ്സി 3 എണ്ണം. 5:30 മണിക്ക് തുടങ്ങും ഞങ്ങൾ. 5:30 മണിക്ക് പാല് കറക്കും, അത് കഴിഞ്ഞ് തീറ്റ കൊടുക്കും, വയ്ക്കോലിടും. പിന്നെ ഉച്ചയ്ക്ക് 1:30 മണിയാകുമ്പോൾ വീണ്ടും, വൈകിട്ട് 6 മണിയാകുമ്പം എല്ലാം കഴിയും. 3-3:30 കഴിയുമ്പോൾ കഴിയും. പിന്നെ 6 മണിക്കൊന്നും കൂടെ വന്ന് നോക്കും. തീറ്റ പറയുന്നത് ഗോതമ്പ് തവിട്, പിന്നെ ജേഴ്സി പുണ്ണാക്ക്, പിന്നെ KS-ൻ്റെ തീറ്റ അതേ കൊടുക്കുന്നുള്ളൂ. വയ്ക്കോല് പുല്ല് സ്വേജ് ഫോമിൽ നിന്ന് എടുക്കും. പാല് ഒരു 20-25 ലിറ്ററിനകത്ത് കാണും. രാവിലെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോവും. അതിൻ്റെ ഹസ്ബൻഡാണ് അളക്കുന്നത് രാവിലത്തത്. ഉച്ചയ്ക്കാണ് ഞാൻ അളക്കുന്നത്. ഉച്ചയ്ക്കും അതുപോലെ കൊടുക്കും. ബാക്കി പാല് എക്സസ് പാല് കൊണ്ടാണ് തൈരാക്കുന്നത്. തൊഴുത്തിനോട് ചേർന്ന് ചെറിയൊരു ആട്ടിൻ പറ്റത്തെയും മീര ജലറാം പോറ്റി വളർത്തുന്നു. ജംനാപ്യാരി, മലബാറി സങ്കര ഇനങ്ങൾക്കൊപ്പം കനേഡിയൻ ഡ്വാഫ് ഇനത്തിൽപ്പെട്ട ആടുകളും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ആട് ക്രോസ് പ്യുവർ എന്ന് പറയുന്നത് കനേഡിയൻ ഡോഫ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ക്രോസ് വെറൈറ്റിയാണ്. ജമുനാപ്യാരി ആണെങ്കിലും ക്രോസാണ്. ബാക്കി ഏത് ആടാണെങ്കിലും ഞാൻ ക്രോസേ വളർത്തുള്ളൂ.
കാരണം ജമുനാപ്പാരിയിലൊക്കെ പെട്ടെന്ന് അസുഖങ്ങൾ വരും. അതുകൊണ്ട് ഞാൻ ക്രോസേ വളർത്തുള്ളൂ. അത് പാല് ഈ മിക്കവാറും ആയുർവേദക്കാരാണ് വന്ന് ചോദിക്കുന്നത് മരുന്നിനായിട്ട്, അത് കൊടുക്കാറുണ്ട്. ഇനി മീരയുടെ പക്ഷിഗണത്തെ പരിചയപ്പെടാം. വെള്ളയും ചാര നിറവും അണിഞ്ഞ ഗൂസുകൾ വിശ്രമിക്കുന്നത് ഫാഷൻ ഫ്രൂട്ടിന്റെ പച്ചത്തണലിലാണ്. ദിവസവും 2 നേരമാണ് ഇവറ്റകൾ മീരാമ്മയുടെ വിളി കേട്ട് പുറത്തേക്കിറങ്ങുക. പിന്നെ കുശാലായ ഭക്ഷണവും ജലപാനവും നീന്തലുമൊക്കെയാണ്. കൂടെ മണിത്താറാവുകളും കുട്ടനാടൻ ചാരത്താറാവുകളും ഗിനിക്കോഴികളും ടർക്കി കോഴികളും ഒക്കെ കൂട്ടുചേരും. മുട്ടക്കോഴികൾ, പോരുകോഴികൾ, അലങ്കാര കോഴികൾ, കരിങ്കോഴികൾ എന്നിവയ്ക്കുമുണ്ട് മീരയുടെ വീട്ടുവളപ്പിൽ പ്രത്യേക ഇടങ്ങൾ. കോഴി നാടൻ കോഴിയാണ് കൂടുതലും എനിക്കുള്ളത്. പിന്നെ കുറച്ച് ഫാൻസി കോഴികളും ഉണ്ട്. നാടൻ കോഴിയാണ് ഞാൻ കൂടുതലും വളർത്തുന്നത്. അത് മിക്കവാറും തമിഴ്നാട് ബ്രീഡാണ് കൊണ്ടുവന്ന് വളർത്തുന്നത്. ഈ പോരു കോഴിയുടെ ക്രോസ് ഉണ്ട്, അത് കൊണ്ടുവന്നാണ് വളർത്തുന്നത്. അപ്പം മുട്ട കൂടുതൽ കിട്ടത്തില്ല. 10 മുട്ടയോ 15 മുട്ടയൊക്കെ കിട്ടത്തുള്ളൂ. അത് ചെയ്യുമ്പോൾ അത് അടയിരിക്കും. പിന്നെ ഞാൻ മുട്ട വിരിക്കാറുണ്ട്. ഇൻക്യുബേറ്റർ ഉണ്ട് എനിക്ക്, അത് വെച്ച് ഞാൻ വിരിച്ചെടുക്കുന്നുണ്ട്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പ്രാവായ ഡയമണ്ട് ഡോവ് തുടങ്ങിയ അലങ്കാര പക്ഷികളെയും മീര ഇവിടെ ഓമനിച്ച് വളർത്തുന്നു. പക്ഷി എന്ന് പറഞ്ഞാൽ ലവ് ബേർഡ്സ് ഉണ്ട്, ജാവയുണ്ട്, പിന്നെ ഡയമണ്ട് ഡവ് ഉണ്ട്, ഫിഞ്ചസ് ഉണ്ട്, പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ട്. അതൊക്കെ പിന്നെ ഈ കാടയുടെ പുതിയ വെറൈറ്റി, ഒരു ചെറിയ കാടയുണ്ട്, മിനിച്ചർ കാട. അത് രാവിലെ ഇതുപോലെ തന്നെ തീറ്റ ഉണ്ട്, കോഴിത്തീറ്റകൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് കൊടുക്കും, വെള്ളവും കൊടുക്കും. മരുന്ന് വേണമെന്നുള്ളതിന് മരുന്ന് കൊടുക്കും, വൈറ്റമിൻസ് കൊടുക്കും. തിരുവനന്തപുരം നഗരത്തോട് ചേർന്നുള്ള ആനറയിലെ 5 ഏക്കർ ഭൂമി നിറയെ വാഴയും മരച്ചീനിയുമാണ്. മീരയോടൊപ്പം വ്യാവസായിക സംരംഭകനായ ഭർത്താവ് ജലറാമും ഇവിടെയുള്ള കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമേകുന്നു. നേന്ത്രവാഴകളാണ് ഇവിടെ ഏറെ. സ്വർണമുഖി, ക്വിന്റൽ നേന്ത്രൻ, ആറ്റുനേന്ത്രൻ, ബിഗ് ബാങ്, കടലുണ്ടി നേന്ത്രൻ തുടങ്ങിയവ ഇവയിൽപ്പെടുന്നു. പുരയിടത്തിലെ കുളത്തിൽ നിന്നുള്ള ജലമെടുത്താണ് വാഴയ്ക്കും മരച്ചിനിക്കും നനയ്ക്കുന്നത്. നാടൻ പശുക്കളുടെ ചാണകം വളമായി നൽകുന്നു. മാസം കൊണ്ട് വിളവെടുക്കാവുന്ന നാടൻ മരച്ചിനി ഇനമാണ് ഇവിടെയുള്ളത്. തക്കാളി, അഗസ്ത്യച്ചീര, കൃഷ്ണവർണ്ണ ചീര, നാടൻ ചീര, വഴുതന, പടവലം തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്യുന്നു. പുരയിടത്തിൽ തീർത്ത 3 കുളങ്ങളിലായി ഭക്ഷ്യ മത്സ്യങ്ങളും വളർത്തുന്നു. ചാരിറ്റി ഇനിഷ്യേറ്റീവ് ഉണ്ട്, മുരളിയ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. ആ മുരളിയ ഫൗണ്ടേഷൻ്റെ വകയായിട്ട് ഞങ്ങളിവിടെ പച്ചക്കറി കൃഷിയും വാഴക്കൃഷി, ഈ മരച്ചീനി കൃഷി, പിന്നെ നാടൻ വിത്തിനങ്ങൾ മുളപ്പിച്ച് അത് പരിപാലിക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് ഇവിടെ കാണുന്നത്. ഇത് മീരയാണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. ഞങ്ങൾ ഈ നാട്ടുകാർക്ക് നാടൻ പച്ചക്കറികൾ, വിഷരഹിതമായ നാടൻ പച്ചക്കറികൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഇനിഷ്യേറ്റീവിൻ്റെ ഉദ്ദേശം. നഗരപ്രാന്തത്തിൽ കരമനയാറിനോട് ചേർന്ന് കിടക്കുന്ന 7 ഏക്കർ ഭൂമിയിലും വാഴ കൃഷിക്കാണ് മീര ജലറാം പ്രാധാന്യം നൽകിയിരിക്കുന്നത്. പാളയംകോടൻ, റോബസ്റ്റ, രസകദളി, കദളി, ചെങ്കദളി, കാവേരി, മട്ടി തുടങ്ങിയ ഇനങ്ങളാൽ ഈ വാഴത്തോപ്പ് നിറഞ്ഞു നിൽക്കുന്നു. വിവിധ ഇനം മരച്ചീനിയും ഇവിടെ കൃഷി ചെയ്യുന്നു.
പപ്പായ, നാരകം, സപ്പോട്ട തുടങ്ങിയ പഴവർഗ്ഗങ്ങളും ഈ കദളി വനത്തിലുണ്ട്. വെച്ചൂർ പശുവുണ്ട്. ആ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും എല്ലാം ഇവിടുത്തെ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി ജൈവവളം ആക്കി കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പച്ചക്കറിക്കും അതാണ് ഉപയോഗിക്കുന്നത്. ജൈവ കീടനാശിനി ഉണ്ടാക്കാനും ആ ഗോമൂത്രവും കാന്താരിമുളക്, വെളുത്തുള്ളി തുടങ്ങിയ ഔഷധങ്ങൾ ഉപയോഗിച്ച്, അങ്ങനെ ജൈവ കീടനാശിനിയിൽ ഒന്ന് ഗോമൂത്രവും കാന്താരിമുളക്, അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ പവർ ഇരട്ടിക്കും. അത് കഴിഞ്ഞിട്ട് പാൽക്കായം കൂടെ ചേർക്കും, വീണ്ടും അതിൻ്റെ പവർ ഇരട്ടിക്കും. അത് കഴിഞ്ഞാൽ കട്ടിച്ചെന്നായം ചേർക്കും, വീണ്ടും പവർ ഇരട്ടിക്കും. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം കോലിഞ്ചി ചേർത്തുള്ള ഔഷധം. അങ്ങനെ കായ്ച്ചകൾക്കും മറ്റ് കീടങ്ങൾക്കെല്ലാം നല്ല എഫക്റ്റീവായ ഒരു ഔഷധമായിട്ട് ആണ് ഉപയോഗിക്കുന്നത്. പേർഷ്യൻ കാറ്റ് വർഗത്തിലെ 2 പൂച്ചകൾ മീര ജലറാമിന്റെ അരുമകളാണ്. മിനിയേച്ചർ പൊമറേനിയൻ, പിഞ്ചർ, ഡാഷ് ഹണ്ട് എന്നീ ഇനങ്ങളിൽപ്പെട്ട നായ്ക്കളും ഇവിടെ മീരയുടെ വാത്സല്യ ഭാജനങ്ങൾ തന്നെ. വീടിന്റെ സ്വീകരണ മുറിയുടെ മധ്യഭാഗത്തായുള്ള ടാങ്കിൽ നിരവധി അലങ്കാര മത്സ്യങ്ങളും മീരയുടെ പ്രിയങ്കരായി നിശബ്ദം നീന്തുന്നു. പ്രകൃതിയും മനുഷ്യൻ ചേർന്ന് ഒന്നാകുന്ന ഒരു ഹൃദയാരാധനയുടെ പവിത്രത മീര ജലറാമിന്റെ ശ്രീഭവന് ചുറ്റും നിറവണിയുന്നു. ഇവിടെ പൈക്കളും പക്ഷികളും ചെടികളും പൂക്കളുമെല്ലാം മീരയുടെ സ്വന്തം മക്കൾ തന്നെ. മീരാമ്മ പേര് ചൊല്ലി വിളിക്കുമ്പോൾ അവർ സ്നേഹപൂർവ്വം വിളി കേൾക്കുന്നു. അത് കാറ്റത്താടുന്ന പൂക്കളായും കാതോർക്കുന്ന ഗോക്കളായുമൊക്കെ മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും ഈ കൃഷിയമ്മയുടെ വാത്സല്യം അവർ പരസ്പരം മനസ്സിലാക്കുന്നു. ഇവിടെ ഇങ്ങനെ മീര ജലറാം എന്ന ഈ വീടമ്മ വ്യത്യസ്തയാകുമ്പോൾ ആ കർമ്മപഥങ്ങൾ നമുക്കേകുന്നത് വേറിട്ടൊരു കൃഷിപാഠം തന്നെ. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ निम्नलिखित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷീര കർഷകർക്ക് പരിശീലനം. രജിസ്റ്റേർഡ് വിത്ത് ഉൽപാദന പദ്ധതി ആരംഭിക്കുന്നു. സ്കൂൾ കുട്ടികൾക്കായി സമ്മർ ഇൻ സമേതി ക്യാമ്പ്. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. ക്ഷീരവികസന വകുപ്പിന്റെ തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 20 മുതൽ 27 വരെ ക്ഷീര കർഷകർക്ക് പരിശീലനം നൽകുന്നു.
പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ക്ഷീര കർഷകർ ഈ മാസം 18-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുമ്പായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേന പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 70 പേർക്കാണ് പരിശീലനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്. രജിസ്ട്രേഷൻ ഫീസ് 10 രൂപയാണ്. പങ്കെടുക്കുന്നവർക്ക് പ്രതിദിനം 125 രൂപ ബത്തയും ആകെ 100 രൂപ യാത്രാ ബത്തയും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 0471 2 44 09 11 എന്ന നമ്പറിൽ വിളിക്കുക. തൃശൂർ ജില്ലയിൽ 2017-18 വിരിപ്പ് സീസണിൽ വിത്ത് വികസന അതോറിറ്റി മുഖേന നെൽകൃഷിയിൽ വിത്തുൽപാദന പദ്ധതി തുടങ്ങുന്നു. ഇതനുസരിച്ച് വിവിധ ഇനം നെൽവിത്തുകൾ ശാസ്ത്രീയമായി കൃഷി ചെയ്ത് നല്ല ഇനം വിത്തുകൾ ഉണക്കി നൽകുവാൻ തയ്യാറുള്ള തൃശൂർ ജില്ലയിലെ കർഷകർ അടുത്തുള്ള കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. കൃഷി ചെയ്യാൻ ആവശ്യമായ ഫൗണ്ടേഷൻ വിത്തുകൾ സംസ്ഥാന വിത്ത് വികസന അതോറിറ്റി കർഷകർക്ക് സൗജന്യമായി നൽകുന്നതാണ്. RKVY സംസ്ഥാന പദ്ധതി പ്രകാരം സങ്കരയിനം തെങ്ങിൻ തൈകളുടെയും മറ്റ് നടീൽ വസ്തുക്കളുടെയും ഉൽപാദനവും തെങ്ങ് കൃഷിയിലെ നൂതന സമ്പ്രദായങ്ങളും എന്ന വിഷയത്തിൽ 2 ദിവസത്തെ പരിശീലനം നൽകുന്നു. ഈ മാസം 27-28 തീയതികളിൽ കേരള കാർഷിക സർവകലാശാലയുടെ ബാലരാമപുരത്ത് പ്രവർത്തിക്കുന്ന നാളികേര ഗവേഷണ കേന്ദ്രത്തിൽ വച്ചാണ് പരിശീലനം. ഓരോ ബാച്ചിലും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 30 പേരെയാണ് പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 2 40 06 21. തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകളിൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായി കൃഷിവകുപ്പിന്റെ സംസ്ഥാന പരിശീലന കേന്ദ്രമായ തിരുവനന്തപുരം വെൺപാലവട്ടം സമേതിയിൽ വച്ച് സമ്മർ ഇൻ സമേതി എന്ന പേരിൽ സമ്മർ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 18 മുതൽ 22 വരെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും മെയ് 16 മുതൽ 20 വരെ LP UP വിഭാഗം വിദ്യാർത്ഥികൾക്കുമായാണ് സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കൃഷി, അലങ്കാര മത്സ്യകൃഷി, ശ്വാന പരിശീലനം, ഔഷധ സസ്യങ്ങളും അവയുടെ ഉപയോഗവും, മൂല്യവർദ്ധിത പാലുൽപ്പന്ന നിർമ്മാണം, തേനീച്ച വളർത്തൽ, TV പരിപാടികളുടെ അവതരണം, പ്രസംഗകല, ക്യൂസ് എന്നിവയും മറ്റു വിനോദങ്ങളും ഉൾക്കൊള്ളുന്നതാണ് സമ്മർ ഇൻ സമേതി ക്യാമ്പ്. 1000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. അപേക്ഷാ ഫോറം ഈ മാസം 27 മുതൽ തിരുവനന്തപുരം വെൺപാലവട്ടത്തുള്ള സമേതിയുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ മാർച്ച് 31-നകം രജിസ്ട്രേഷൻ ഫീസ് സഹിതം സമേതി ഓഫീസിൽ സമർപ്പിക്കണം. ഒരു ബാച്ചിൽ 30 പേർക്കാണ് പരിശീലനം നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9400 8609 99 എന്ന നമ്പറിലോ 8547156524 എന്ന നമ്പറിലോ 9447864364 എന്ന നമ്പറിലോ 9447144934 എന്ന നമ്പറിലോ വിളിക്കുക. വെറ്ററിനറി സർവകലാശാല പന്നി ഉൽപാദന ഗവേഷണ കേന്ദ്രം മണ്ണുത്തി വൈറ്റ് എന്ന സങ്കര ഇനം പന്നികളെ പുറത്തിറക്കി. ഒരു പ്രസവത്തിൽ ശരാശരി 10 പന്നിക്കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാകുന്നതാണ് മണ്ണുത്തി വൈറ്റ് എന്ന സങ്കര ഇനം പന്നികൾ. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2 3745 35 എന്ന നമ്പറിൽ വിളിക്കുക. കൊല്ലം കോർപ്പറേഷൻ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം തൃക്കടവൂർ കൃഷിഭവനിൽ വിവിധ കാർഷിക വികസന പദ്ധതികൾക്ക് അപേക്ഷ നൽകി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കർഷകർ ഈ മാസം 23-ാം തീയതിക്ക് മുൻപായി ഗുണഭോക്തൃ വിഹിതം കൃഷിഭവനിൽ അടയ്ക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474 2 700266. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 12,600 രൂപ, കോഴിക്കോട് 13,700 രൂപ, തൃശൂരിൽ 12,800 രൂപ. കൊപ്ര കൊച്ചിയിൽ 8,505 രൂപ, കോഴിക്കോട് 8,700 രൂപ, തൃശൂരിൽ 8,655 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 59,100 രൂപ, ഗാർബിൾഡ് 62,100 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ സേലത്ത് 9,600 രൂപ, ഈറോഡിൽ 9,800 രൂപ. അടയ്ക്ക പഴയത് 19,000-നും 20,000-നും മധ്യേ.
കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 15,100 രൂപ, 4ാം ഗ്രേഡ് 16,100 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 15,200 രൂപ, 4ാം ഗ്രേഡ് 16,200 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റ്. വെളിച്ചെണ്ണ 12,600 രൂപ, കൊപ്ര 8,505 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 2,700 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 59,100 രൂപ, ഗാർബിൾഡ് 62,100 രൂപ. ചുക്ക് മീഡിയം 13,500 രൂപ, ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 16,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 250-നും 275-നും മധ്യേ. തൊണ്ടില്ലാത്തത് 440-നും 470-നും മധ്യേ. ജാതിപത്രി 550-നും 600-നും മധ്യേ. ഗ്രാമ്പു 770 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 15,100 രൂപ, 4ാം ഗ്രേഡ് 16,100 രൂപ. ഒട്ടുപാൽ 10,800 രൂപ, ലാറ്റക്സ് 10,000 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് കർഷകർ വിപണികളിലേക്കുള്ള ചരക്ക് നീക്കം നിയന്ത്രിച്ചത് ഉൽപ്പന്നത്തിന് താങ്ങ് പകരുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. മുളകിനെ വില തകർച്ചയെ പിടിച്ചു നിർത്താൻ കർഷകർ നടത്തിയ നീക്കം അന്തർ സംസ്ഥാന വ്യാപാരികളെ ചരക്ക് സംഭരിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. പുതിയ കുരുമുളക് കിലോ 576 രൂപ വില രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ഇന്ന് നാളികേര ഉൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയായി നീങ്ങി. അതേസമയം തമിഴ്നാട്ടിൽ എണ്ണ വില വർദ്ധിച്ചു. കാങ്കയം മാർക്കറ്റിലെ ചലനങ്ങൾ കണക്കിലെടുത്താൽ വെളിച്ചെണ്ണ വില അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഉയരാനുള്ള സാധ്യത കൊപ്രയ്ക്കും നേട്ടമാകും. വണ്ടൻമേട്ടിൽ നടന്ന ഏലക്ക ലേലത്തിൽ മികച്ച ഇനങ്ങളും ശരാശരി ഇനങ്ങളും മികവ് കാണിച്ചു. ഉത്തരേന്ത്യൻ ഡിമാൻഡും കയറ്റുമതിക്കാരുടെ സാന്നിധ്യവും ഉൽപ്പന്ന വില ഉയർത്തി. വലിപ്പം കൂടിയ ഏലക്ക കിലോ 1,476 രൂപയിലും ശരാശരി ഇനങ്ങൾ 1,326 രൂപയിലും എത്തിച്ചേർന്നു. വ്യാവസായിക ഡിമാൻഡ് നിലനിന്നിട്ടും റബ്ബർ ഷീറ്റ് വില ഉയർന്നില്ല. ഉൽപാദന മേഖലകളിൽ നിന്നുള്ള റബ്ബർ വരവ് കുറവാണ്. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 35.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 36.6, 25. കൊച്ചി 34.6, 21.7. ആലപ്പുഴ 36.1, 24.5. പുനലൂർ 34.8, 24. തിരുവനന്തപുരം കൂടിയ താപനില 34.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.